കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു വാഹനം തപ്പി നടക്കുകയാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഒരു 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഗനർ നമ്മളടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 രജിസ്ട്രേഷനിലുള്ള വാഹനം കേട്ടോ. മേജർ ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതാണ്. ഇത് നമ്മൾ S2B സെല്ലിംഗ് മെത്തേഡിൽ സെയിലിന് വന്നിട്ടുള്ള വാഹനമാണ്. S2B സെല്ലിംഗ് മെത്തേഡ് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. സെല്ലർ ടു ബയ്യർ സെല്ലിംഗ് മെത്തേഡ്. അതിലൂടെ നിങ്ങൾ വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിൽ തന്നെ യൂസ്ഡ് വെഹിക്കിൾ മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് നമ്മളെ ഗ്യാരേജ് 71 ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലാസ്റ്റ് പറയട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരുമ്പോൾ 2013 മാനുഫാക്ചർ ഡേറ്റ്, 2015 രജിസ്ട്രേഷൻ വരുന്ന 2030 വരെ റിന്യൂവലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഓൾ ഓവർ ബോഡി പക്കാ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഗ്ലാസോ കാര്യങ്ങളോ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വാഹനം ഉണ്ടോ. വണ്ടിയുടെ ബോഡി ഭാഗം കൊണ്ട് ഫ്രണ്ട് ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്കാ ക്വാളിറ്റിയിൽ നല്ല ബോഡി ഷേപ്പിലുള്ള ഒരു ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം. മൈന്യൂട്ട് ആയിട്ടുള്ള കസ്റ്റമർ ഉപയോഗിക്കുന്ന വാഹനമാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ബമ്പറിൻ്റെ അടിയിൽ ചെറിയ അടി വരുത്തിയതിൻ്റെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലത് വേറെ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഭാഗം കൊണ്ടില്ല. ഇനി കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പുറകുവശം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോൾ ഡ്രൈവർ സൈഡിലെ പുറക് സീറ്റിലെ ഡോർ ഉണ്ടല്ലോ, അവിടെ മാത്രം ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ വേറെ യാതൊരു രീതിയിൽ അപാകതകളോ കാര്യങ്ങളൊന്നും ബോഡി ഭാഗം കൊണ്ട് സംഭവിച്ചിട്ടില്ല. ഒരു 50% 4 ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്കാ ക്വാളിറ്റിയിൽ നല്ല ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ്. ഒരു വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ട് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ അറിയും. അപ്പോൾ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലൊരു എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഇന്റീരിയർ ഭാഗം കൊണ്ട് വരുമ്പോൾ 2015 രജിസ്ട്രേഷനിൽ വരുന്ന VXI ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. VXI ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ വരും, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ വരും, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരും, AC വരും, പവർ സ്റ്റിയറിംഗ് വരും കേട്ടോ. അതുപോലെ നല്ല ഡുവൽ ടോണിൽ വരുന്ന നല്ല ചൊറുക്കില്ല ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇന്റീരിയറിൽ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള അപാകതകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. വാഹനം ഓടിയിട്ടുള്ളത് 88,000 കിലോമീറ്റർ ആണ്. വണ്ടിയുടെ ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പുറകിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന്റെ ഡോർ പാഡ് ഭാഗം കൊണ്ട് സംഭവിച്ചിട്ടില്ല. ഇനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 85 മാർക്ക് നമുക്ക് സീറ്റ് കവറിന് ഓർക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കീറലോ കാര്യങ്ങളൊന്നും സീറ്റ് കവറും കൊണ്ടില്ല. ഇനി റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സീറ്റ് കവർ റൂഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇന്റീരിയർ ഭാഗം കൊണ്ട് എല്ലാ ഭാഗം കൊണ്ടും പക്ക എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് നമ്മൾ S2B സെല്ലിംഗ് മെത്തേഡിൽ സെയിലിന് വന്നിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. S2B സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സെല്ലർ ടു ബയ്യർ സെല്ലിംഗ് മെത്തേഡ്. അതിലൂടെ നിങ്ങളൊരു വാഹനം വിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഡീലർ നിങ്ങളെ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന റേറ്റിലേറെ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നോർമലി ഒരു വാഹനം ഡീലർ കൊടുക്കുന്നതിലേറെ കുറച്ചുങ്ങാണ്ട് S2B സെല്ലിംഗ് മെത്തേഡിൽ വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് ഡീലർ എടുക്കുന്ന വാഹനം 1.25 ലക്ഷം രൂപയ്ക്ക് S2B സെല്ലിംഗ് മെത്തേഡ് വഴി വിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഡീലർ കൊടുക്കുന്ന റേറ്റ് എന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവർക്കും ഒരു 25,000 രൂപയോളം എന്ത് ചെയ്യും മാറ്റം വന്നു. കൊടുക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതലും കിട്ടി, എടുക്കുന്ന ആൾക്ക് കുറച്ച് കുറവും കിട്ടി. ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം 2015 രജിസ്ട്രേഷൻ, 13 മാനുഫാക്ചർ ഡേറ്റ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,89,000 രൂപക്ക് കേട്ടോ. നിങ്ങൾ വണ്ടി വന്ന് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ല എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തുതരാം. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഒരു നല്ലൊരു വാഹനം ക്വാളിറ്റി ഇല്ലേ, ഇപ്പോൾ വല്ലാതെ ഓട്ടമില്ലാത്ത 2015 രജിസ്ട്രേഷനിലെ വാഹനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 88,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ കിലോമീറ്റർ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. യാതൊരു അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വാഹനം തപ്പി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വേഗം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇനി നിങ്ങളാണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. 2,89,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടാണ്. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ S2Bയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങളൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇതുപോലെ നല്ല വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.